ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇന്ന് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. സം ഡിവൈസ് ഇഷ്യൂ അല്ല, ആപ്പ് ആയിട്ട് അത് സിങ്ക് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇറാൻ ഒരു സീസ് ഫയറിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെ ഒരുപാട് ദിവസമായിട്ട് കിടക്കുന്ന സിറ്റുവേഷനാണ്. അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 60 ഡേയ്സിൻ്റെ ഒരു സീസ് ഫയറിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര വാലിഡായിട്ടുള്ളൊരു ഡീറ്റെയിൽ കാര്യമല്ല. മാർക്കറ്റിൽ എന്താണോ ഒരു അരക്ഷിതാവസ്ഥ ഉള്ളത് അത് ഇന്നും തുടർന്ന് തന്നെ പോകുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ സംഭവം ഇന്ന് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്, വിപ്രോ US മാർക്കറ്റിനകത്ത് ഒരു അപ്പർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ മാർക്കറ്റിലും IT സെക്ടേഴ്സ് ഇന്ന് നല്ലൊരു പോസിറ്റിവിറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. HDFC ബാങ്കിൽ ആ ഒരു സ്കാമെന്ന് അല്ല, 46 കോടി രൂപ എന്നും ഒരു സ്കാമേ അല്ല, സംതിങ് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് കാണാനുള്ള സാധ്യതയില്ല എന്ന് പേഴ്സണലി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് എന്നാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുക. 23,880 റേഞ്ചിലാണ്. അതായത് ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെയോ ഇല്ലെങ്കിൽ ഇതൊരു സ്ലൈഡിങ് മാർക്കറ്റിൻ്റെ എൻഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ഇതിനൊരു ഫോളിംഗ് വെഡ്ജായിട്ട് എടുക്കാനും ചിന്തിക്കാം. പക്ഷേ എന്താണോ മാർക്കറ്റ് ഇന്ന് സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇതിനെ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഡ്രോ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. ഇത് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെങ്കിൽ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് മാറും. സോ ഒരു ഫോളിംഗ് വെഡ്ജായിട്ടും നമുക്ക് ചിന്തിക്കാം. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് കയറി വന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. 23,920 മേളിലോ 960 മേളിലോ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള ഒരു ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇല്ല, ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് ബോട്ടം സൈഡാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു പുതിയൊരു സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റില്ല മാർക്കറ്റ്. പക്കായിട്ടുള്ള സൈഡ് വേസ് ഏരിയയാണ്. 23,722 23,880 താഴെ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളതാണ്. 24,100 മേളിലെങ്കിലും വരാണ്ട് നമ്മൾ പുതിയ പൊസിഷൻ എടുക്കുന്നില്ല എന്ന് എത്രയോ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കയ്യിൽ ക്യാപിറ്റൽ ഇരുന്നിട്ടും നമുക്ക് അത് മാത്രമേ ചെയ്യാനുള്ളൂ, മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് വന്നിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. ഇനി അടുത്ത് സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം വരുവാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്താൽ മതി. ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ നല്ല പ്രോഫിറ്റിൽ നിൽപ്പുണ്ട്. പക്ഷേ അതെല്ലാം 1/3 ഓഫ് ക്യാപിറ്റൽ ഓർ 2/3 ഓഫ് 1/2 ഓഫ് ക്യാപിറ്റലൊക്കെ മാത്രമേ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ക്യാപിറ്റൽ വെറുതെ തന്നെ ഇരിക്കുവാണ്. ഒരു തീരുമാനം അറിയാണ്ട് എന്തായാലും മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുന്നില്ല എന്നാണ് ഒരു ഡിസിഷൻ. സോ ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആലോചിക്കാനുള്ളത്, ഒരു മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ബുള്ളിഷ്നെസ് വന്ന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് ഒരു പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാം. 23,880 ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. 920ക്കാളും 920 ഇന്നലെ എടുത്ത സപ്പോർട്ടാണ്. ഓക്കെ, എന്നാലും 960 ആണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് നമ്പർ. 960 24,040 ചെറിയൊരു സപ്പോർട്ടുണ്ട്, റെസിസ്റ്റൻ്റ് ഉണ്ട്. 24,100 മേളിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി വരച്ചാൽ 24,100 മേളിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡ് പ്ലാനിനെ കുറിച്ച് ഉള്ളൂ. അപ്പോൾ അതിനുശേഷം 24,240 ഒക്കെ ഇന്ന് ചിന്തിക്കേണ്ട, അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചകളിൽ ഇത്ര മാത്രമേ ഉള്ളൂ. താഴേക്കുള്ള ലെവൽസ് നിങ്ങൾക്ക് ഒരുപാട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എന്താണ് 23,800 ഏറ്റവും നല്ല സപ്പോർട്ടുള്ള ഒരെണ്ണമാണ്. അതിനുശേഷം 720 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് ആകുന്ന ഒരു ഏരിയയിലേക്ക് പോകും. 660 600 ആണ് ഇന്നത്തെ ദിവസത്തെ സപ്പോർട്ട് ഏരിയ. ലാസ്റ്റ് ദിവസവും ഞാൻ ഇതേ ഐഡിയ തന്നെയാണ് ഷെയർ ചെയ്തത്. മാർക്കറ്റ് സൈഡ് വേസ് ആണ് അത്യാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു മുന്നേറ്റവും ചെറിയൊരു ഇതുമായിട്ട് മാർക്കറ്റ് സൈഡ് വേസ് തന്നെയാണ്. ഇതൊരു സിംഗ് ഏരിയയാണ്, ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്തും അത്യാവശ്യം നമുക്ക് നല്ല ട്രേഡ് കിട്ടി. മാർക്കറ്റ് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും 2 ട്രേഡ് കിട്ടി. പക്ഷേ അത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അത് സെറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഈ ലെവൽസ് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. സോ ട്രേഡ് സേഫ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഈ മന്തിൻ്റെ. സോ അടുത്ത മന്തിൽ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഈ മാസം അത്യാവശ്യം ലാഭം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഹെവി റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യരുത്. ഏതെങ്കിലും സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.